പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായമാണ്. 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ വചനം മുതൽ പറയുന്നുണ്ട്, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നും അവർക്ക് ചുരുങ്ങിയ സമയം മാത്രമാണ് ദൈവം ഭൂമിയിൽ നൽകിയതെന്നും എല്ലാറ്റിനും മേലെ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി ഉളവാക്കി എന്ന് പറയുന്നു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ എല്ലാം അവന് അധികാരം നൽകി. അവയവങ്ങൾ നൽകിയത് കൂടാതെ എല്ലാം ചിന്തിക്കുവാനുള്ള ഒരു ഹൃദയവും കൂടി നൽകിയെന്ന് തുടർന്നുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് മനുഷ്യനെ നിറച്ചു. തിന്മയും നന്മയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവം എങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും കാണിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലത്തിനും മേലെ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റുള്ള ശക്തികളെ ഭയപ്പെടുകയോ അവർക്ക് അടിമപ്പെട്ടു പോവുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ ജീവജാലങ്ങളുടെയും മേൽ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 4:4 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന്. കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് ദൈവം ഈ വചനങ്ങൾ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ശക്തിക്കും അതീതമായിട്ട് ദൈവം നമുക്ക് അധികാരവും അവകാശവും നൽകിയിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഈ ലോകത്ത് നമുക്കായിരിക്കാം. ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.